ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇതേപോലെ മുറിച്ചിട്ട്, അതായത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന ടൈമിൽ അതിലുള്ള കീടങ്ങളൊക്കെ നശിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഒരല്പം വേവാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒട്ടും വെള്ളം ഇല്ലാണ്ട് കോരി മാറ്റണം. ശേഷം ഇത് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഒരു 20-25% വരെ വെന്താലും മതി. ഒരു 2-3 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു കട്ടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം വെള്ളം ചേർത്തിട്ട് നമ്മളിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. പൊടികളൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയ ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം നല്ല തിക്കായിട്ടുള്ള ഒരു മസാലനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അപ്പം മാക്സിമം എല്ലാ ഭാഗത്തും അതിൻ്റെ മസാലകൾ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ല ചൂടായ ശേഷം നമ്മൾ ഈ കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം നല്ല രീതിയിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ടെടുക്കുക. അങ്ങനെ 2 ഭാഗവും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന ടൈമിൽ മാറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു 20-25% വരെ നമ്മൾ തിളപ്പിച്ചപ്പോൾ ഇതൊന്ന് അത്യാവശ്യം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പം ഇതിൻ്റെ ഏകദേശം 90-95% വരെ നമ്മളിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ബാക്കിയുള്ള ഗ്രേവിയുടെ കൂടെയും കൂടി ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ സെയിം ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. ആ ഒരു സെയിം ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഒരു 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ചെറുതായിട്ട് മുറിച്ചത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ക്യൂബായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന ടൈമിൽ, അപ്പോൾ നല്ല വാടൊന്നും വേണ്ട, ഒന്ന് വാടി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ്, അതായത് തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഓരോ കപ്പ് വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള സവാളയും അതേപോലെ തന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ തക്കാളിയുടെ പേസ്റ്റ് അരച്ച ജാറിൽ തന്നെ ഒരല്പം വെള്ളം കൂടി ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ നമുക്ക് കുറച്ച് ടൈം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമുക്ക് എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പൊടികളാണ് നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഇളക്കിയിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയ് സോസും അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമ്മൾ ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം ഈ സമയത്ത് ഉപ്പ് അല്പം കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ കലക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് അല്പം വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കട്ടിയുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അതിലൊരു കളറ്, അതിൻ്റെ ആ ഒരു റെഡ് കളറ് കാണുന്നില്ല എന്നുള്ളൂ. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ ഒരല്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക. പൊറോട്ടയുടെ കൂടെ ആയിക്കോട്ടെ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും. ബൈ ഫ്രം സിനി ഷംസി.